ഓക്കെ, നമ്മൾ 42ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇൻ അനിമൽസ്, സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ ദ സെൽ മെമ്മറൈൻ. ഇതൊരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ആ സെൻറ്റൻസിൽ ചില ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞേച്ച് നമുക്ക് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ 2 മാർക്കിൻ്റേതായിട്ട് ചോദിക്കാം, ചിലപ്പോൾ 1 മാർക്കിൻ്റേതായിട്ട് ചോദിക്കാം. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഇൻ അനിമൽസിൽ നടക്കുന്ന കാര്യമാണ്. സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ഡാഷ് എൻവയോൺമെൻറ്റ്, അതായത് ഇൻറ്റേർണൽ അനിമൽസ്. എപ്പോഴും നമ്മളൊരു കാര്യം വയ്ക്കുക, അനിമൽസിന് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്, സബ്സ്റ്റൻസ് കിട്ടുന്നത് എന്നുള്ള കാര്യം വയ്ക്കുക. അതായത് മനുഷ്യനാണെങ്കിലും മറ്റുള്ള ജീവജാലങ്ങൾക്കാണെങ്കിലും ഈ ചെടികൾക്കല്ലാത്ത. ഓക്കെ, അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ് ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. അപ്പോൾ ഈ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും മനുഷ്യനിലേക്ക് കടന്ന് അല്ലെങ്കിൽ ജീവജാലങ്ങളിലേക്ക് കടന്നു വരുന്ന സാധനങ്ങൾക്ക് സർട്ടൻ ചേഞ്ചസ് സംഭവിക്കും. അതാണ് ദഹന പ്രക്രിയ സംഭവിച്ച് അതിൻ്റെ അകത്തു നിന്നുള്ള സ്റ്റാർച്ച് അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ അതായിത്തീരുന്നത്. അവസാനം എന്ത് ചെല്ലുന്നു, അത് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിലേക്കാണ് ചെല്ലുന്നത്. ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം. അതിന് ശേഷം എന്താണ് പറ്റുന്നത്, സൈറ്റോപ്ലാസത്തിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഫ്രം ത്രൂ ദ സെൽ മെമ്മറൈൻ. ഒരു വസ്തു സൈറ്റോപ്ലാസത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന എങ്ങനെയാണ്, ത്രൂ സെൽ മെമ്മറൈനിലൂടെയാണ് സൈറ്റോപ്ലാസത്തിലേക്ക് കയറുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 43ാമത്തെ ചോദ്യം. ഇൻ ബയോളജി, എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഈസ് ദ ബോഡി ഫ്ലൂയിഡ് ദാറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ സെൽ. അതായത് ഇൻ ബയോളജി എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഈസ് ദ ഡാഷ് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും അതൊരു ബോഡി ഫ്ലൂയിഡാണ്. ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ്. അപ്പോൾ ഈ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്താ ചെയ്യുന്നത്, ഈ ഒരിക്കലും സെല്ലിനകത്തല്ല, അത് സെല്ലിന് പുറത്താണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ ദ സെൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നീല അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതും ഓർക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. 44. ഇൻ പ്ലാന്റ്, സബ്സ്റ്റൻസസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ വേരിയസ് മീൻസ്. അതായത് പ്ലാന്റിൽ എങ്ങനെയൊക്കെയാണ് സൈറ്റോപ്ലാസത്തിലേക്ക് സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് കയറുന്നത് എന്നുള്ളതാണ്. ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ ദ എക്സ്ട്രാ സെല്ലുലർ സ്പേസ്. അതായത് പ്ലാന്റുകളിൽ എത്തിച്ചേരുന്ന ഒരു കാര്യം സെൽ വാളിലൂടെയും രണ്ടാമതായിട്ട് എക്സ്ട്രാ സെല്ലുലർ സ്പേസിലൂടെയും ചേർച്ചെല്ലാം. ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെമ്മറൈൻ. ഒരു സെല്ലിൽ നിന്നും മറ്റേ സെല്ലിലേക്ക് എങ്ങനെയാണ്, പ്ലാസ്മ മെമ്മറൈനിലൂടെയും എത്തിച്ചേരാം. ഒരു കാര്യം, ഹാർഡ് കോപ്പി വേണ്ടവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായിട്ട് 45ാമത്തത്. Plasmodesmata are the channel that connect plant cell wall and enable molecule exchange between the cells. അതായത് പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രത്യേകത എന്താണ്, ആർ ദ ചാനൽസ് ദാറ്റ് കണക്ട് പ്ലാന്റ് സെൽസ് ആൻഡ് എനേബിൾ മോളിക്യുലർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദ സെൽസ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഇതിനകത്ത് നോക്കിയാൽ പ്ലാസ്മോഡെസ്മാറ്റ എന്താണെന്ന് തന്നിട്ടുണ്ട്. ഡാഷ് ആർ ചാനൽസ് കണക്റ്റിംഗ് പ്ലാന്റ് വാൾസ് ആൻഡ് എനേബിൾ മോളിക്യുലർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സെൽസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതണം പ്ലാസ്മോഡെസ്മാറ്റ എന്ന് എഴുതുക. പ്ലാസ്മോഡെസ്മാറ്റ ആർ ദ ചാനൽസ് ദാറ്റ് കണക്ട് ഡാഷ് ആൻഡ് എനേബിൾ മോളിക്യുലർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ സെൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്, പ്ലാന്റ് സെൽ വാൾ എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഭാഗം നമുക്ക് വിട്ട് തന്നു കഴിഞ്ഞാൽ അവിടെ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, 46ാമത്തെ ചോദ്യത്തിലേക്ക് വരിക. ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസം. ഓക്കെ, യൂണിസെല്ലുലർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ഓൾറെഡി നമുക്കറിയാം, അമീബ. ഓക്കെ, സബ്സ്റ്റൻസ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എൻറ്റേഴ്സ് ദ സൈറ്റോപ്ലാസം ത്രൂ സെൽ മെമ്മറൈൻ. ഓക്കെ, യൂണിസെല്ലുലർ ഓർഗാനിസത്തിൽ സബ്സ്റ്റൻസ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്നും കയറുന്നത് എങ്ങനെയാണ്, ത്രൂ സെൽ മെമ്മറൈനിൽ കൂടിയാണ് കയറുന്നത്. 47ാമത്തെ ചോദ്യം. ഇൻ അനിമൽ, സബ്സ്റ്റൻസ് റിസീവ്ഡ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അണ്ടർഗോ സർട്ടൻ ചേഞ്ച് ആൻഡ് റീച്ച് ദ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, അനിമൽസിൽ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് വരുന്ന സംഗതികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവ സർട്ടൻ ചേഞ്ചസ് സംഭവിച്ചതിന് ശേഷമാണ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിലെത്തുന്നത്. ഫ്രം ദെയർ ഇറ്റ് എൻറ്റേഴ്സ് ടു സൈറ്റോപ്ലാസം ത്രൂ സെൽ മെമ്മറൈൻ. അത് കഴിഞ്ഞിട്ട് സൈറ്റോപ്ലാസത്തിലേക്ക് കയറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സെൽ മെമ്മറൈനിലേക്ക് വരുന്നു. എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കുക, ത്രൂ സെൽ മെമ്മറൈൻ, അതായത് സെൽ മെമ്മറൈനിൽ കൂടിയാണ് എല്ലാ പദാർത്ഥങ്ങളും സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇനി 48ാമത്തെ ചോദ്യം. ദയർ ഇന്റേണൽ എൻവയോൺമെൻറ്റ് ലൈക്ക് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫോർ ഓൾ ലിവിങ് ബീയിങ്. ഇപ്പോൾ 48 എന്താണ് പറയുന്നത്,
their internal environment like external environment for all living beings. അതായത് എല്ലാ ലിവിങ് ബീയിങ്സിനും എന്തെല്ലാം ഉണ്ട്? 2 environments are there. ഒന്ന് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും രണ്ടാമത്തേത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അതായത് there is a internal environment like external environment for all living beings. There is dash like external environment for all living beings എന്ന് ചോദിച്ചാൽ internal environment like external environment എന്ന് എഴുതുക. ഇത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഇതായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എഴുതണം. 49ാമത്തെ ചോദ്യം. ഇൻ അനിമൽസ് ദ ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽ ഈസ് കോൾഡ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്. അപ്പോൾ നമുക്ക് എന്താണ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനിമൽസിൻ്റെ സെല്ലുകളിൽ എന്താണ് കാണുന്നത്? ഫ്ലൂയിഡ് ഫൗണ്ട് ബിറ്റ്വീൻ ദ സ്പേസുകൾക്കിടയിലുള്ള സ്ഥലത്ത് കാണുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനിമൽസിൽ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് സെർവ്സ് ആസ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഡാഷ് സെർവ്സ് ആസ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം: എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് സെർവ്സ് ആസ് ദ ഇൻറ്റേർണൽ ഫ്ലൂയിഡ് എന്ന് എഴുതാം. ഇനി 50ാമത്തെ ചോദ്യം. ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് പ്ലാന്റ്സ് കൺസിസ്റ്റ് ഓഫ് സെൽ വാൾസ് ആൻഡ് ദെയർ കൊമ്പോണൻറ്റ്സ്. ഓക്കെ, എന്തെല്ലാമാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്തൊക്കെ കൂടിയാണ് വന്നിരിക്കുന്നത്? സെൽ വാള്, ദെയർ കൊമ്പോണൻറ്റ്സ്, എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്, എയർ സാക്സ് എന്നിവ ബിറ്റ്വീനുള്ള ആ സെല്ലുകൾക്ക് ബിറ്റ്വീനുള്ള ഇടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന സ്ഥലങ്ങൾ. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് ഫൗണ്ട് ബിറ്റ്വീൻ ദ സെൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എഴുതണം: സെൽ വാൾ ആൻഡ് ദെയർ കൊമ്പനൻസ്. ഓക്കെ, ഏതൊക്കെയാണ് സെൽ വാളിന് കൊമ്പനൻസ് ആയിട്ടുള്ള? എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്, എയർ സാക്സ്. ഓക്കെ, ഇവയെല്ലാം അതിന് ഇടയിലുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇനി 51ാമത്തെ ചോദ്യം. ഹോമിയോസ്റ്റാറ്റിസിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റഡി internal physical and chemical condition maintained by living beings. അപ്പോൾ നമുക്ക് ചോദിക്കാം ഡാഷ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് സ്റ്റഡി internal physical and chemical condition maintained by the living beings എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം? ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസിസ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ് ആൻഡ് ഡാഷ് മെയിൻറ്റൈൻഡ് ബൈ ദ ലിവിങ് ബീയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? സ്റ്റഡി ഇൻറ്റേർണൽ ആൻഡ് കെമിക്കൽ കണ്ടീഷൻ മെയിൻറ്റൈൻഡ് ബൈ ദ ലിവിങ് ബീയിങ്സ് എന്ന് എഴുതണം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഹാർഡ് കോപ്പി വേണ്ടവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 51ാമത്തെ ചോദ്യം. കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഹോമിയോസ്റ്റാറ്റിസിസ്. ഓക്കെ, കീപ്പിംഗ് ദ കമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ പരിസ്ഥിതി ഒരു തുലനാവസ്ഥയിൽ നിർത്തുന്നതിന് എന്തെന്ന് പറയുന്നു? ഹോമിയോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്നു. 52ാമത്തെ ചോദ്യം. ഹോമോസ്റ്റാറ്റിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് മെറ്റാബോളിസം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം: ഡാഷ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് മെറ്റാബോളിസം എന്ന് ചോദിച്ചാൽ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് എഴുതാം. ഹോമിയോസ്റ്റാറ്റിസ് നീഡ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഫോർ ദ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഡാഷ് എന്ന് ചോദിച്ചാൽ മെറ്റാബോളിസം എന്ന് എഴുതാം. 53ാമത്തെ ചോദ്യം. Disruption of the homeostasis or chemical composition of the internal environment can threaten to the life. അപ്പോൾ നമുക്കൊരു കാര്യം ഇനി എഴുതാം: disruption of dash or dash of an internal environment can be threatened to the life എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം homeostasis or chemical composition എന്ന് എഴുതാം. അല്ലെങ്കിൽ disruption of the homeostasis or chemical composition of the internal environment can be ത്രട്ടൺ ടു ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ത്രട്ടൺ ടു ലൈഫ് എന്ന് നമുക്ക് എഴുതാം. ഇനി 55ാമത്തെ ചോദ്യം. മോളിക്യൂൾസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ മെറ്റാബോളിസം എൻറ്റേഴ്സ് സെൽ ത്രൂ സെൽ മെമ്മറൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡാഷ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ, അതായത് ഡാഷ് ഏതെല്ലാമാണോ ആവശ്യമായിട്ടുള്ളത് എന്തിന്? മെറ്റാബോളിസത്തിന്. ആർ എൻ്റർ ദ സെൽ ത്രൂ, അത് സെല്ലിനകത്തേക്ക് കയറും. എങ്ങനെയാണ്? ത്രൂ സെൽ മെമ്മറൈൻ, സെൽ മെമ്മറൈനകത്തൂടെ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മോളിക്യൂൾസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ മെറ്റാബോളിസം എൻ്റർ ദ സെൽ ത്രൂ ഡാഷ് എന്ന് ചോദിച്ചാൽ സെൽ മെമ്മറൈൻ എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെമ്മറൈൻ എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 55ാമത്തെ ചോദ്യം. സൈറ്റോപ്ലാസം, സെൽ മെമ്മറൈൻ and internal environment are the main components of the cell membrane. Dash
dash dash are the main components of cell membrane എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതണം? സൈറ്റോപ്ലാസം, സെൽ മെംബ്രെയിൻ ആൻഡ് ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആർ ദ മെയിൻ components ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് നമ്മൾ എഴുതണം. ഓക്കെ, നിങ്ങളൊരു കാര്യം ഓർക്കുക, ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനി 56ാമത്തെ ചോദ്യം. ദ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. ദ ഡാഷ് ഈസ് ഓൾസോ കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ദ സെൽ മെംബ്രെയിൻ എന്ന് പറയുക. അല്ലെങ്കിൽ ദ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ ഈസ് കോൾഡ് ദ ഡാഷ് എന്ന് ചോദിച്ചാൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് എഴുതുക. വാട്ടർ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഈസിലി പാസ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, ഡാഷ് ആൻഡ് ഡാഷ് ക്യാൻ ഈസിലി പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? വാട്ടർ, ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യാം? പ്ലാസ്മ മെംബ്രെയിനിലൂടെ ഈസി ആയിട്ട് കടന്നു പോകുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ എഴുതുക. ഐ സപ്പോസ് നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.